ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നൊരു അടിപൊളി അറബിക് റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്, ബീഫ് മദ്ഹൂത്ത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ 1 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ബീഫിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒരു 3 തക്കാളി, 2 ഉണക്ക നാരങ്ങ, അരമുറി ലെമൺ, ഒരു 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു 6-7 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി. അതുപോലെ തന്നെ ബീഫ് ഒരു 3/4 കിലോയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ്. ദെൻ കുക്കർ വെച്ചിട്ട് അതിലിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും ആദ്യം മാറ്റി വെച്ചിട്ടുള്ള സവാള കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾക്ക് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു വാളം കുരുമുളക്, ഇത്രയൊന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി ചതച്ചത് നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അതും കൂടെ വാടിക്കഴിയുമ്പോഴേക്കും ആദ്യം മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയില്ലേ, അത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചിട്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കുക്കറൊന്ന് മൂടി വെച്ച് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്നൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതെല്ലാം വെന്തൊന്ന് എണ്ണ തെളിയുമ്പോഴേക്കും 6-7 പച്ചമുളക് അതിലേക്കിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ദെൻ ഞാനിവിടെ കഫ്സ മസാലയായിട്ട് എടുത്തിട്ടുള്ള ഏത് അറബിക് മസാലയും നമുക്ക് ഉപയോഗിക്കാം. കഫ്സ മസാല ഒരു 2.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടാതെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് ബീഫ് ഈ മസാല എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ദെൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ചോറ് നമുക്ക് ഇതിലേട്ട് തന്നെ ഇട്ടല്ലേ വേവിക്കാനുള്ളത്, അതുകൊണ്ട് ഉപ്പിച്ചിരി മുന്തി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്കർ ഒരു 8-9 വിഷിൽ വരുന്ന വരെ ബീഫ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇത് ബീഫൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബീഫിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കണം. ബീഫ് ഒന്ന് കോരി മാറ്റിയതിന് ശേഷം അതിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്നൊന്ന് അളന്നെടുക്കണം കേട്ടോ. ഈ വെള്ളം പ്ലസ് ബാലൻസ് വെള്ളമാണ് നമ്മൾ ചോറ് വേവാൻ വേണ്ടിയിട്ട് ചേർക്കണേ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ബാലൻസ് വെള്ളം കൂടി അളന്നെടുത്തതിന് ശേഷം നമുക്ക് അതേ കുക്കർ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് അതിലേക്ക് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്ത് ഞാൻ 1 ടീസ്പൂൺ കഫ്സ മസാലയും കൂടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ദെൻ ഉണക്ക നാരങ്ങയും 5-6 പച്ചമുളകും ഇട്ട് നമ്മൾ ആദ്യം തന്നെ ഇറച്ചിയുടെ വെള്ളമില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. അത് ചേർത്തതിന് ശേഷം ബാലൻസ് അളന്ന് വെച്ചിട്ടുള്ള ബാക്കി വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റാണെങ്കിൽ ഒരു ലെമണും കൂടിയിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആദ്യം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടില്ലേ ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബീഫും കൂടെ ചേർത്ത് കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിഷിൽ വരുന്ന വരെയും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബീഫ് മദ്ഹൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദെൻ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് മദ്ഹൂത്താണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് നല്ല 10 മിനിറ്റും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അറബിക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു അറബിക് ഫാനാണെങ്കിൽ അല്ലെങ്കിൽ അറബിക് ഫുഡിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായും ഒന്ന് റെഡിയാക്കി നോക്കണേ. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബായ് ഫ്രണ്ട്സ്.